മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കിലൂടെ കയറുകയാണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് കേരളത്തിലെ പല പല അസുഖങ്ങൾക്കും പിന്നെന്താണ് വൈകല്യമുള്ളവർക്കും അങ്ങനെ പല കേസുകൾക്കും വേണ്ടിയിട്ട് സംരക്ഷണം ഏർപ്പാടാക്കുകയും അവബോധം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരുപാട് പദ്ധതികൾ കേരള സർക്കാരും പല രീതിയിലൊക്കെ പല ആൾക്കാരും അതെന്താണ് അത് നമ്മൾ പറഞ്ഞ വഴി മനസ്സിലാകും. അപ്പോൾ കേരള സർക്കാർക്ക് മുൻകൈ എടുത്ത് നടക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാം. ഈ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ കറണ്ട് അഫെയർ ആയിട്ട്, അതായത് ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത പദ്ധതികൾ കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തിലോട്ട് കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വളരെ മുൻപേ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരുപാട് പദ്ധതികളുണ്ട്. അത് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ അതിൽ വരാം. അപ്പം ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ അത് കറണ്ട് അഫെയേഴ്സ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ കേട്ടറിഞ്ഞ പദ്ധതികളായിരിക്കും ക്വസ്റ്റ്യൻ വന്നത്. അപ്പം നമ്മൾ കറണ്ട് അഫെയേഴ്സ് ആണെന്ന് വിചാരിക്കും. ചിലപ്പോൾ അവർ അത് ഈ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവുക. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി കേരളത്തിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടി. അപ്പം നമുക്ക് മനസ്സിലായി അല്ലേ, ജീവിതശൈലി രോഗങ്ങൾ കാരണം, അതായത് ഒരു 80% വ്യക്തികളിലും പലതരത്തിലുള്ള ഹൃദ്രോഗം, അതുപോലെ മസ്തിഷ്കത്തിൽ പല പല രോഗങ്ങൾ, പിന്നെ പ്രമേഹം, ഇങ്ങനെ കൊളസ്ട്രോൾ, ഇതുപോലുള്ള രോഗങ്ങളിലേക്കെല്ലാം മനുഷ്യരെ തള്ളിവിടുന്നത് അവരുടെ അനാരോഗ്യകരമായുള്ള ജീവിതശൈലികളാണ്. അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് എന്താണ് വേണ്ടത്? നല്ലൊരു അവബോധമാണ് വേണ്ടത്. അല്ലെങ്കിൽ നല്ലൊരു ഒരു ക്ലാസ് ആണ് വേണ്ടത്. എന്തൊക്കെ കാരണം വരാം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ പതുക്കെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം, വരാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ലീപ്പ് എന്ന് പറയുന്നത്. ലീപ്പ് അതായത് നമ്മൾ ഈ പറഞ്ഞ ഞാനൊരു എളുപ്പമാർഗ്ഗം പറയാണ്. ലീപ്പ് എന്ന് പറയുന്ന വാക്ക്, ലീപ്പ് എന്ന് നമ്മളിങ്ങനെ ചാടുക അല്ലെ, എത്തിച്ചാടുക എന്നൊക്കെ പറയുക. അപ്പം ഇങ്ങനെയുള്ള ഒരു എല്ലാം എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ചാട്ടത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിതശൈലി രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോധവൽക്കരണ പരിപാടിക്ക് പറയുന്ന പേരാണ് ലീപ്പ്. അതിൻ്റെ ഫുൾ ഫോം ഉണ്ട്, ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. ലൈഫ് സ്റ്റൈൽ എന്ന ജീവിതശൈലിയുടെ വിദ്യാഭ്യാസവും അതിൻ്റെ ബോധവൽക്കരണമാണ്. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ജീവിതം ശൈലികൾ കൊണ്ടുപോകണം, അത് എങ്ങനത്തെ സംഭവിക്കാം, ബോധവൽക്കരണമാണ്. എന്തൊക്കെ ചെയ്തിട്ട് നമുക്കിത് അവോയ്ഡ് ചെയ്യാം, വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഇതാണ് നമ്മുടെ ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. അപ്പോൾ ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ആലോചിച്ചാൽ മതി. ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിക്ക് പറയുന്ന പേരാണ് ലീപ്പ്, ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. ഓക്കെ, രണ്ടാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ അശ്വമേധം. വളരെ മുൻപേ, വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു PSC ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇത് മുൻപേ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. കുഷ്ഠരോഗം തുടച്ചു മാറ്റുവാൻ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. അതായത് കേരള സർക്കാർ തന്നെ അങ്ങനെ എടുത്ത് പറയുന്നത്, ചിലപ്പോൾ അത് ആരോഗ്യ വകുപ്പ് തന്നെ നടപ്പിലാക്കുന്നതാവാം. അപ്പോൾ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. അപ്പോൾ കുഷ്ഠരോഗം തുടച്ചു മാറ്റുവാനായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. നമ്മൾ ആലോചിക്കുന്നത് അശ്വമേധം ഏത് രോഗവുമായി ബന്ധപ്പെട്ടെന്നാണ് പഠിക്കേണ്ടത്? കുഷ്ഠരോഗം. അപ്പോൾ അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ്, ഒരു പദ്ധതിയാണിത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. ലീപ്പ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ളത്, ദെൻ അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗം തുടച്ചു മാറ്റുവാൻ വേണ്ടിയുള്ളത്. ഇനി അടുത്തതാണ് അക്ഷയ കേരളം. എന്താണ് അക്ഷയ കേരളം? അതിൽ തന്നെയുണ്ട് അല്ലേ ക്ഷയ. എന്താണ് ക്ഷയ? ക്ഷയരോഗം. അക്ഷയ എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം ഇല്ലാത്തത്, അങ്ങനെ ആലോചിച്ചാൽ മതിയല്ലോ. അപ്പം അക്ഷയ കേരളം എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാനായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് നടക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം. അക്ഷയ കേരളം പേരിൽ തന്നെയുണ്ട്, നിങ്ങൾ കൂടുതൽ കാണാതെ പഠിക്കേണ്ട. അക്ഷയ കേരളം എന്ന് പറഞ്ഞാൽ ക്ഷയം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ് ക്ഷയ. ക്ഷയം ഇല്ലാതാക്കുക എന്ന രീതിയിൽ നമ്മൾ അക്ഷയ എന്ന് പഠിക്കുക. അപ്പോൾ അക്ഷയ കേരളം എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാനായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് നടക്കുന്ന പദ്ധതിയാണ് അക്ഷയ പദ്ധതി. അപ്പം മൊത്തം 3 പദ്ധതികൾ ഇപ്പോൾ പഠിച്ചു. ലീപ്പ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാമാണ്. ലീപ്പ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഉള്ളൊരു അവബോധം കൊടുക്കുന്ന ക്ലാസ്സാണിത്, പദ്ധതിയാണിത്. അത് കഴിഞ്ഞ് വരുന്നതാണ് അശ്വമേധം. കുഷ്ഠരോഗത്തിൻ്റെ നിയന്ത്രണത്തിലായി കുഷ്ഠരോഗം തുടച്ചു മാറ്റുവാൻ വേണ്ടി ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. ഇനിയുള്ളത് അക്ഷയ കേരളം, അഥവാ ക്ഷയരോഗ നിർമ്മാർജ്ജനം ചെയ്യാനായി കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം. എന്താണ് അക്ഷയ കേരളം? ഓക്കെ, അപ്പോൾ ഇത് 3 ക്ലിയർ ആയല്ലോ. അക്ഷയ കേരളം,
ദെൻ എന്താണ് അശ്വമേധം, ലീപ്പ്. ഇത് 3 ക്ലിയർ ആയി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും PSC മുൻപ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ആരോഗ്യ കിരണം. എന്താണ് ആരോഗ്യ കിരണം? എന്താണ് ആരോഗ്യ കിരണം? കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെയുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 18 വയസ്സ് വരെ പ്രായമായ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആരോഗ്യ കിരണം പദ്ധതി. അപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും ഈ ഒരു പദ്ധതിയുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായ ചികിത്സയായിരിക്കും അവിടെ ലഭ്യമാക്കുക. ഓക്കെ, അതിൻ്റെ ഈ ഒരു പദ്ധതിയുടെ കീഴിലാണ് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പം ആരോഗ്യ കിരണം പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും 18 വയസ്സിന് താഴെയുള്ള വരുമാനം എന്നൊന്നുമില്ല, അതായത് ഏതൊരു പണക്കാരൻ്റെ കുട്ടിയായിക്കോട്ടെ പാവപ്പെട്ടവൻ്റെ കുട്ടിയായിക്കോട്ടെ, കുട്ടിയായിരിക്കണം എന്നേ ഉള്ളൂ, 18 വയസ്സിന് താഴെ ആയിരിക്കണം. ആൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് ആരോഗ്യ കിരണം. എന്താണ് ആരോഗ്യ കിരണം? ഓർത്തിരിക്കുക, ആരോഗ്യ കിരണം. അടുത്തതാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്താണ് അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനാണ്, ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് ലീപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. എന്താണ് ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. അത് കൂടാതെ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനേക്കായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അതായത് ആരോഗ്യം അമൃതാണ് അല്ലേ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ജീവിതശൈലികളാണ് നമ്മുടെ കൈയിരിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അമൃതം ആരോഗ്യം. അപ്പോൾ ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. വരുമാനം ഒന്നും നോക്കാതെ എല്ലാ ചികിത്സയും ഗവൺമെൻറ് ആശുപത്രികളിൽ ഫ്രീ ആണ്. അത് അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ തടയുവാനായിട്ട്, നിയന്ത്രിക്കുവാനായിട്ട് ഒക്കെ പരിഹരിക്കുന്നതിനായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലീപ്പ് എന്ന് പറയുന്ന പദ്ധതി. അതിനൊപ്പം പഠിച്ചു വയ്ക്കുക. അശ്വമേധം എന്ന് പറയുന്നത് എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ്. ദെൻ എന്താണ് നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചല്ലോ, അക്ഷയ കേരളം എന്ന് പറയുന്നത് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത് ദിവസവും എടുത്ത് ഒരിക്കലെങ്കിലും വായിച്ച് നോക്കിയാൽ മതി, അതങ്ങ് പഠിക്കാം. അതല്ലാതെ ഉള്ളൊരു പഠനം നമുക്ക് ഇത്തിരി അരോചകമായി തോന്നും. ഓക്കെ, അരോചകമായി തോന്നും. അപ്പം അടുത്തതായിട്ടുള്ളത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിലുള്ള പദ്ധതികൾ. അതായത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുവാനായി കേരള സർക്കാർ ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഈ അമൃതം ആരോഗ്യത്തിൻ്റെ കീഴിലുള്ള കുറച്ച് പദ്ധതികളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്ലിനിക്കുകൾ. ക്ലിനിക്കുകൾ ശ്വാസം എന്ന് പറയുമ്പോൾ ശ്വാസകോശം. അപ്പോൾ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പദ്ധതി. അതായത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മൾ മലിനമായ വായു ശ്വസിക്കുന്ന മൂലം, പുകവലി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംബന്ധമായ രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പദ്ധതിയാണ് ക്ലിനിക്ക്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളായിരിക്കും എല്ലാവർക്കും അല്ലേ. ഒരാൾക്കുള്ളതായിരിക്കില്ല അടുത്ത, ചിലർക്ക് കൊളസ്ട്രോൾ, ചിലർക്ക് പ്രമേഹം, ചിലർക്ക് ഹൃദയാഘാതം, അങ്ങനെ പലതായിരിക്കും. ചിലർക്ക് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട അസുഖം. ഇതിൽ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പദ്ധതിയാണ് ക്ലിനിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് IHCI അഥവാ ഇന്ത്യ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ഇനിഷ്യേറ്റീവ്. അപ്പോൾ അതിൽ തന്നെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമിത രക്തസമ്മർദ്ദം എന്നാണ് അർത്ഥം. അപ്പോൾ ആ പേരൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. IHCI എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായ രക്തസമ്മർദ്ദം എന്നാണ് അർത്ഥം. അപ്പോൾ ആ രക്തസമ്മർദ്ദത്തിൻ്റെ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്കായുള്ള സംരംഭം. കൂടുതലൊന്നും പേടിക്കേണ്ട. ഈ ഒരു IHCI എന്ന് പറഞ്ഞാൽ അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷനാണ് ഈ H. അതുകൊണ്ട് തന്നെ അമിത രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ആ ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ കാരണമായ അമിത രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും അതിനെക്കുറിച്ചുള്ള അനുബന്ധ ചികിത്സകളൊക്കെ നടക്കുന്നതിനുള്ള ഒരു ഉപപദ്ധതിയാണ് കേട്ടോ. അമൃതം ആരോഗ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരെണ്ണം മാത്രമാണിത്. അപ്പോൾ അമൃതം ആരോഗ്യം എങ്കിലും ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കുകളും IHCIയും പഠിച്ചു വെച്ചാൽ മതിയാകും. ഇനി അടുത്ത പദ്ധതികളാണ് നയനാമൃതം. എന്താണ് നയനാമൃതം? പേരിൽ തന്നെ നയനം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നർത്ഥം അല്ലേ. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് മനസ്സിലായി. എന്താണ് നയനാമൃതം? പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയുള്ള പദ്ധതി. അപ്പോൾ പ്രമേഹജന്യമായ, അതായത് പ്രമേഹം മൂലം ഡയബറ്റീസ്, ഒരു കാര്യമുണ്ട് കേട്ടോ, ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖമുള്ളവർക്ക് പയ്യെ കാഴ്ചയെ ബാധിക്കാറുണ്ട് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാഴ്ച മങ്ങൽ പ്രമേഹം കാരണം ഉണ്ടാകാം. അങ്ങനെ പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും
വേണ്ടിയുള്ള പദ്ധതിയാണ് നയനാമൃതം. അപ്പം നയന എന്ന് പറഞ്ഞാൽ കണ്ണാണ്, അമൃതം എന്ന് പറയുന്നത് ഇത്തിരി മധുരമുള്ള ഐറ്റം ആണെന്ന് ആലോചിച്ചത്, പ്രമേഹത്തിന് പറ്റിയതാണ്. അപ്പം പ്രമേഹമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാഴ്ച, നേത്രപടലത്തിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖത്തിന് വേണ്ടിയുള്ള ആ ഒരു പദ്ധതിയാണ് നയനാമൃതം. എന്താണ് നയനാമൃതം. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക, നയനാമൃതം. അടുത്തത് CAPD ക്ലിനിക്കുകൾ. എന്താണ് CAPD ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആംബുലറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോൾ വേറൊന്നുമില്ല, ഈ പേരൊന്നും കേട്ട് പേടിക്കണ്ട, ഇതിൽ ഡയാലിസിസ് ആണ് വരുന്നതെന്ന് മാത്രം ആലോചിച്ചു. ഡയാലിസിസ് എന്ന് അറിയാമല്ലേ, നമ്മുടെ കിഡ്നി പ്രവർത്തനരഹിതമാകുമ്പോൾ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിലൂടെ നമ്മളെ ബ്ലഡിനെ മൊത്തം എടുത്ത് പ്യൂരിഫൈ ചെയ്ത് മാറ്റുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഡയാലിസിസ്. അപ്പം ഇത്രയും പേരൊന്നും കേട്ട് പേടിക്കണ്ട, ഇതൊരു CAPD ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഡയാലിസിസിന് വേണ്ടിയുള്ളതാണ്. അതായത് വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ഡയാലിസിസിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് CAPD ക്ലിനിക്. കാപ്ഡ് ക്ലിനിക്ക്, CAPD ക്ലിനിക് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഡയാലിസിസിന് വേണ്ടിയിട്ട്, അതായത് വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ഡയാലിസിസിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് CAPD ക്ലിനിക്കുകൾ. അപ്പം നയനാമൃതം പ്രമേഹ ജന്യമായ നേത്രപടല രോഗത്തിന്, അപ്പം നയനം കണ്ണ്, അമൃതം എന്ന് പറഞ്ഞാൽ മധുരമുള്ളതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ണിന് പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന ചികിത്സയ്ക്കുണ്ടാകുന്ന പദ്ധതിയാണെന്ന് കിട്ടും. CAPD ക്ലിനിക്കുകൾ എന്ന് പറയുന്നത് ഡയാലിസിസിന് വേണ്ടിയുള്ളതാണ്. വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ഡയാലിസിസിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ആ ഒരു പദ്ധതിയാണ് CAPD ക്ലിനിക്കുകൾ. ഓക്കെ, അടുത്തത് PBS. എന്താണ് PBS അഥവാ പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ്? അതായത് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സ്ക്രീനിങ്, ഒരു തരംതിരിക്കൽ. എന്താ നോക്കാം. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ജനങ്ങളെയും ജീവിതശൈലീ രോഗങ്ങൾക്കായി സ്ക്രീനിങ് നടത്തുന്നു. അതായത് ജീവിതശൈലീ രോഗങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഒരു 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളും സ്ക്രീനിങ് നടത്തും. അപ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഭക്ഷണം, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, പുകവലിക്കാറുണ്ടോ, മദ്യപിക്കാറുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു സ്ക്രീനിങ് നടക്കുക. അതായത് ആൾക്കാരുടെ ഇടയിൽ നിന്നും അതിന് സ്ക്രീൻ ചെയ്തെടുക്കുക. എത്ര പേർക്കാണ് 30 വയസ്സിന് മുകളിൽ, എത്ര പേർക്ക് പ്രമേഹമുണ്ട്, എത്ര പേർക്ക് കൊളസ്ട്രോൾ ഉണ്ട്, എത്ര പേർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ് PBS അഥവാ പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, പദ്ധതിയല്ല, ജീവിതശൈലി രോഗങ്ങൾക്കായിട്ടുള്ളൊരു സ്ക്രീനിങ് ആണ്. അതായത് നമ്മളിപ്പം ഈ ഒരു സ്ക്രീനിങ് നടത്തി കഴിയുമ്പോൾ അപ്പം നമുക്ക് ഇടുന്ന റിപ്പോർട്ട് 35 വയസ്സിന് മുകളിലുള്ള എല്ലാ പേർക്കും, ഒട്ടുമിക്ക പേർക്കും എന്താണ് ഇന്ന രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ 45 വയസ്സിന് മുകളിലുള്ള എല്ലാ പേർക്കും എന്തുണ്ട്, ഈ പറയുന്ന രോഗമുണ്ട്. ഇങ്ങനെ നമുക്ക് തരംതിരിക്കാൻ ഇത് കാരണം പറ്റും. ഓക്കെ, അടുത്ത പദ്ധതിയാണ് പാദസ്പർശം. പാദം, കാല്, ശരിയല്ലേ? സ്പർശം, ഇങ്ങനെ തൊടുക. എന്താണെന്ന് നോക്കാം. പ്രമേഹജന്യമായ കാലുകൾക്ക് ഉണ്ടാകുന്ന ദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്രമേഹജന്യമായ, അതായത് നമ്മളെ പ്രമേഹമൊക്കെ ഉള്ള വ്യക്തികൾക്ക് അവരുടെ കാലുകൾക്കുണ്ടാകുന്ന ദൗർബല്യം, അതായത് ഈ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് അവരുടെ കാലുകൾക്ക് ബലക്കുറവ് ഉണ്ടാവാറുണ്ട്, ദൗർബല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രമേഹജന്യമായ കാലുകൾക്കുണ്ടാകുന്ന ദൗർബല്യം പരിഹരിക്കുന്നതിനായിട്ട്, അതായത് ഇങ്ങനെ ആലോചിക്കാൻ മതി, പ്രമേഹമുള്ള വ്യക്തിക്ക് അവരുടെ കാല് തറയിൽ സ്പർശിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് കിട്ടും. അപ്പോൾ പ്രമേഹമുള്ള വ്യക്തികൾക്ക് അവരുടെ പാദം അല്ലെങ്കിൽ അവരുടെ കാല് തറയിൽ പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് മാറ്റാനുള്ള പദ്ധതിയാണ് പാദസ്പർശം. അപ്പോൾ കാല്, പാദം സ്പർശിക്കുക, തറയിൽ തൊടുക എന്നുള്ള ആലോചിച്ചാൽ മതി. അപ്പോൾ പ്രമേഹം ഉള്ള വ്യക്തികൾക്ക് അവരുടെ കാല് എന്ത് ചെയ്യുക, ദൗർബല്യക്കുറവ് മാറ്റാനാണ്. അപ്പോൾ പാദസ്പർശം. ഓക്കെ, വരുന്ന പദ്ധതിയാണ് പാദസ്പർശം. അപ്പോൾ PBS പദ്ധതി എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ ജനങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങൾക്കായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ്. പാദസ്പർശം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ കാലിൻ്റെ ദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പാദസ്പർശം. നയനാമൃതം എന്നൊന്നായിരുന്നു പ്രമേഹമുള്ള വ്യക്തികളിൽ അവരുടെ നേത്രപടലത്തിൻ്റെ രോഗങ്ങൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നയനാമൃതം. ബാക്കി ഓരോ നമ്മൾ പഠിച്ചതാണല്ലേ. അടുത്ത വരുന്നതാണ് ക്യാൻസർ മാനേജ്മെൻറ്റ്. എന്താണ് ക്യാൻസർ മാനേജ്മെൻറ്റ്? പേരിൽ തന്നെയുണ്ട്, വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അർബുദ രോഗികളിൽ നിന്നുള്ള പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള പദ്ധതി. അപ്പം അവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് ചികിത്സകളുണ്ട്, പ്രതിരോധങ്ങളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മാനേജിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ക്യാൻസർ മാനേജ്മെൻറ്റ്. അത് നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, പേരിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മളതങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ചങ്ങ് വിട്ടാൽ മതി. ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന പദ്ധതിയാണ് സിറസ്.
സിറസ് SIRS, അതായത് സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോജക്റ്റ്. അതായത് ഇതിൻ്റെ ഒരു ഫുൾ ഫോം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബോധവൽക്കരണവും ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ ബുദ്ധിമുട്ട് അറിയാമല്ലോ അല്ലേ, അവർക്കെല്ലാം തന്നെ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു പക്ഷാഘാതം വരാതിരിക്കാനും വന്നവരെ അതിൽ നിന്നും എങ്ങനെ കരകയറ്റാനും എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോജക്റ്റാണ് എന്തെന്ന് പറയുന്നത് സിറസ് എന്ന് പറയുന്നത്, സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോജക്റ്റ്. അപ്പോൾ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്നവർക്കും വരാൻ ചാൻസ് ഉള്ളവർക്കും വന്നു കഴിഞ്ഞവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാം എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോജക്റ്റ്. ഓക്കെ, അതത്രയേ ഉള്ളൂ. അടുത്തത് ആർദ്രം പദ്ധതി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ്. PSC ഒരുപാട് തവണ ചോദിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അതിനെ നല്ലൊരു ഹോസ്പിറ്റലാക്കി, ജനസൗഹൃദ ഹോസ്പിറ്റലാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അപ്പോൾ ഈ ആർദ്രം പദ്ധതിക്ക് കീഴിലാണ് ഒരുപാട് ജനറൽ ഹോസ്പിറ്റൽ, ഇപ്പം താലൂക്ക് ആശുപത്രിയും ജനറൽ ഹോസ്പിറ്റലായിട്ടും മെഡിക്കൽ കോളേജുകളായിട്ടൊക്കെ പരിണമിച്ചിട്ടുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുന്നു. അതായത് ഔട്ട് പേഷ്യൻസ് ഉണ്ടല്ലോ, അതായത് OP പേഷ്യൻസിനൊക്കെ അവരുടെ ഇരിക്കാനും അവർക്ക് വെയിറ്റ് ചെയ്യാനും അവരെയൊക്കെ ഡോക്ടേഴ്സ്മാർക്ക് അവരോടുള്ള ഒരു സമീപനത്തിനൊക്കെ ഒരു താല്പര്യം തോന്നാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റുന്ന രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതിൻ്റെ പേരാണ് ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി? എന്താണ് ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അപ്പം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്യുന്നതാണ്. നമുക്കറിയാം അല്ലേ, നമ്മളിൽ ഒരുപാട് പേര് ഗവൺമെൻറ് ആശുപത്രികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുമെന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് കാശ് മുടക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. കാരണം നമുക്ക് അവിടെ നേരിടേണ്ടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം. അപ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കി ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടൊന്ന് അട്രാക്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കുറച്ച് ഔട്ട് പേഷ്യൻസിനെ കുറച്ചും കൂടെ സൗകര്യപ്രദമായ രീതിയിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ആർദ്രം പദ്ധതിയുടെ ഉദ്ദേശം. ഇതിൻ്റെ അധ്യക്ഷൻ നോക്കിക്കൊള്ളുക, മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങിയ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറൊക്കെ ആ സമയത്ത് ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ മിന്നൽ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്, ഒരുപാട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വൃത്തിഹീനമായ അവസ്ഥ, അവിടുത്തെ കിടക്കകളുടെയൊക്കെ ദുരവസ്ഥ, ഇതൊക്കെ മാറ്റിയിട്ട് കിടക്കകളും രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാർ ഇവരെല്ലാവരും ഉണ്ട്. പ്രത്യേക ക്ഷണിതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. പിന്നെ മിഷൻ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് അഡ്മിറൽ, ചീഫ് സെക്രട്ടറി, ഇതൊന്നും വേണ്ട, നമുക്ക് ഇമ്പോർട്ടൻ്റ് അധ്യക്ഷനും അധ്യക്ഷനും മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് അറിയണ്ടേ? അപ്പം ഈ ഒരു ആർദ്രം പദ്ധതി കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ മറ്റ് ഗവൺമെൻറ് ആശുപത്രികളുടെയും ഔട്ട് പേഷ്യൻ്റ് വിഭാഗങ്ങളുടെ രോഗീ സൗഹൃദ പ്രവർത്തനം, മനസ്സിലായ പരിവർത്തനം, അതായത് രോഗികൾക്ക് ഒരു മാതിരി ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഹോസ്പിറ്റലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതുപോലെ ജില്ലാ താലൂക്ക് തല ആശുപത്രികളെ മാതൃകാ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെയാണ് ഈ ഒരു ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ആർദ്രം പദ്ധതി വഴി നമ്മുടെ സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ ആശുപത്രികളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൊണ്ടുവന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മെഡിക്കൽ കോളേജ്, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ഘട്ടം ഘട്ടമായി അത്യാവശ്യമായ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കുക. അതായത് ഈ ഒരു ആശുപത്രികൾ, ഗവൺമെൻറ് ആശുപത്രികളിൽ ഘട്ടം ഘട്ടമായി, ഒറ്റയടിക്കല്ല, കുറേശ്ശെയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് സ്പെഷ്യാലിറ്റി, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണിത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അതായത് നമുക്കറിയില്ല, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് കാണും എല്ലാ സ്ഥലങ്ങളിലും, അതിനെ എന്താക്കി മാറ്റുന്നു? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അവരെ മാറ്റുന്നു. രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പ്രകാരം ഗുണമേന്മയുള്ള ചികിത്സയും പരിചരണവും ലഭ്യമാക്കുക എന്ന ഉദ്ദേശവും ഇതിന്, അതായത് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും ഗവൺമെൻറ് ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇവിടെ അവർക്കുള്ളത്. അത്രയേ ഉള്ളൂ, അല്ല വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഇനി നമുക്കടുത്ത് പഠിക്കാൻ പോകുന്നത് സുകൃതം പദ്ധതി. ഓക്കെ, സുകൃതം പദ്ധതി എന്താണ്? സുകൃതം പദ്ധതി എന്ന് വെച്ചാൽ കേരളത്തിലെ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ്
സുകൃതം പദ്ധതി. അപ്പോൾ ഇതിന് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം വരുമാനമുണ്ട് അങ്ങനെ ഒരു അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് ഇതിൽ ഈ ഒരു പദ്ധതിക്ക് കീഴിൽ ആ വ്യക്തി വരിക. അപ്പോൾ കേരളത്തിലെ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ് സുകൃതം പദ്ധതി. എന്താണ് സുകൃതം പദ്ധതി എന്ന് പറഞ്ഞാൽ? കേരളത്തിലെ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ് സുകൃതം പദ്ധതി. അപ്പോൾ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ, അപ്പോൾ മനസ്സിലാവും. അടുത്ത പദ്ധതിയാണ് മൃതസഞ്ജീവനി. എന്താണ് മൃതസഞ്ജീവനി? നമുക്ക് ആ ഒരു പേരിൽ തന്നെയാണ് അല്ലേ. എന്നാൽ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ പോലും പിന്നെയും ജീവിപ്പിച്ച് കൊണ്ടുവരാൻ ആ കെൽപ്പുള്ള ഒരു ഔഷധ സസ്യമാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, ഒരാളിങ്ങനെ മരണത്തിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ വ്യക്തിയുടെ ലിവറോ അല്ലെങ്കിൽ ഹൃദയമോ എന്തെങ്കിലും ഇപ്പം തീരും. അപ്പോൾ ആളിപ്പം ഔട്ടാകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നിന്നും തലച്ചോറിൻ്റെ ക്ഷതം കാരണം മരണപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയം കൊണ്ടുവന്ന് ഇയാൾക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പം മരണത്തിലേക്ക് പോകാൻ നിന്ന വ്യക്തി എന്ത് ചെയ്തു? തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. അപ്പം ഒരു മൃതസഞ്ജീവനി കൊണ്ടു കൊടുത്ത് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ആലോചിച്ചാൽ മതി. അതായത് ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് തലയ്ക്ക് ക്ഷതമേറ്റ് മരിച്ചവരുടെ അവയവങ്ങൾ പിന്നെയും കൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുത്ത് അവരെ പിന്നെ എന്ത് ചെയ്യുക? പുനരുജ്ജീവിപ്പിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്ന പദ്ധതി. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മൃതസഞ്ജീവനി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഓർമ്മ വരണം. അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പം മൃതസഞ്ജീവനി വേറെ ഒന്നുമല്ല, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിന് പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം പെട്ട ആൾക്കാരുടെ അവയവങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെയും ഒരുപാട് പേർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് ഹൃദ്യം. ഹൃദ്യം എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കിട്ടുമല്ലോ അല്ലേ. കുട്ടികളിൽ ജന്മനായുള്ള ഹൃദയരോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ഹൃദ്യം പദ്ധതി എന്ന് പറഞ്ഞാൽ? കുട്ടികളിൽ ജന്മനാ ഉള്ള ഹൃദയ രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാനുള്ള പദ്ധതി. അതായത് ജനിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ കാണും. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ ഒരു ഹൃദ്യം എന്ന് പറഞ്ഞ പദ്ധതിയുടെ കീഴിൽ സൗജന്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഈ ഒരു രോഗം ചികിത്സിച്ച് മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനാണ് ഹൃദ്യം എന്ന് പറയുന്നത്. ഹൃദ്യം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ശലഭം. എന്താണ് ശലഭം പദ്ധതി? അതിനൊരു പേരുണ്ട്, കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം. എന്താണ് കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം? അതായത് ജനിച്ചു വീണ കുട്ടികളെ ഒരുപാട് സ്ക്രീനിങ് നടത്തും. അതായത് കാഴ്ചയുണ്ടോ, കേൾവിയുണ്ടോ, അവരുടെ ഓക്സിജൻ ലെവൽ ഓക്കെ ആണോ, ഇങ്ങനെ ഒരു 3-4 വളരെ അത്യാവശ്യം വേണ്ട കുറച്ച് സ്ക്രീനിങ് നടത്തുകയും അപ്പോൾ ഇതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ആ കുട്ടിയെ അതിൽ നിന്നും തിരിച്ച് ഓക്കെ നോർമലായിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ശലഭം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശലഭം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ബോൺ, അതായത് ഇന്ന് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നാളെ തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിങ്ങിനെല്ലാം വിധേയമാക്കും. ഓക്കെ, അപ്പോൾ കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാമാണ് ശലഭം എന്ന് പറയുന്നത്. ശലഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശലഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ബോൺ, ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ക്രീനിങ് പ്രോഗ്രാമുകളാണ്. വിഷ്വലാണ്, പിന്നെ കേൾവി ശക്തി, അതുപോലെ എന്താണ് ഓക്സിജൻ ലെവൽ നോക്കുക, ഹാർട്ട് ബീറ്റ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം നോക്കിക്കോളൂ. സർക്കാർ പക്ഷേ ഇത് ഏത് കുട്ടികൾക്കാണ് നമ്മൾ നോക്കുന്നത്? സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് വിടുന്നത്. ഒരു കാർഡ് ഉൾപ്പെടെ കൊടുക്കും കേട്ടോ. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അതായത് ഒരു ടോട്ടൽ കോംപ്രിഹെൻസീവായിട്ട് ഇങ്ങനെ കുറേ പദ്ധതികൾ കുറേ സ്ക്രീനിങ് നടത്തുന്നു. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ശലഭം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് വയോരക്ഷ. എന്താണ് വയോരക്ഷ? വയോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വാർദ്ധക്യം വന്നവർക്കാണ്, വയസ്സായവർക്കുള്ളതാണ്. സാമൂഹിക നീതി വകുപ്പ്, അതായത് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മുതിർന്ന പൗരന്മാർക്ക് കെയർ ഗിവർമാരുടെ സേവനം ഉറപ്പാക്കുക. അതായത് മുതിർന്ന പൗരന്മാരെ അത്യാവശ്യം നോക്കാനൊന്നും ഇല്ലാത്തവർക്ക് അതിൻ്റെ ഒരു സൗകര്യം, കെയർ ഗിവർമാരുടെ സൗകര്യം ഉറപ്പാക്കുകയും അടിയന്തര വൈദ്യസഹായം അവർക്ക് എത്തിക്കുകയും വയോജനങ്ങളുടെ പുനരധിവാസം നടപ്പിലാക്കുകയും ചെയ്യുക. അതായത് എങ്ങനെയെങ്കിലും നമുക്ക് വയോജനങ്ങളെ ഒന്ന് രക്ഷിക്കണം, അത് തന്നെ ഉള്ളൂ. വയോജനങ്ങൾക്ക് നല്ല ആഹാരം, ഭക്ഷണം, അതുപോലെ പാർപ്പിടം, ആരോഗ്യം, ഇതെല്ലാം നോക്കിക്കൊടുത്ത് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് പുനരധിവാസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം വയോജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്
വയോരക്ഷ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാർക്ക് കെയർ ഗീവർമാർക്കും സേവനം ഉറപ്പാക്കുക, അടിയന്തര വൈദ്യസഹായം എത്തിക്കുക, വയോജനങ്ങളുടെ പുനരധിവാസം നടപ്പിലാക്കുക. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ്. വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതാണ് വയോമധുരം. എന്താണ് വയോമധുരം? BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി. അതിൽ തന്നെ ഉണ്ട് കേട്ടോ വയോമധുരം. അതായത് വയസ്സായവർക്ക് മധുരം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴേ നമ്മൾ ആലോചിച്ചോ ഡയബറ്റീസ് ആണെന്ന് അല്ലെങ്കിൽ പ്രമേഹമാണെന്ന് ആലോചിച്ചോണം. അതായത് പ്രമേഹമുള്ള BPL വിഭാഗത്തിൽ പെടുന്ന പ്രമേഹമുള്ള വയോജനങ്ങൾക്ക് അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന് എന്തായാലും ഹൈപ്പ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിനായിട്ട് ഒരു ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി കൊടുക്കും. അതായത് അപ്പോഴപ്പോഴാ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പുറത്ത് പോകണ്ട, വീട്ടിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം? സ്വന്തം ചോരയിലെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയാണ് APL അല്ല BPLകാർക്കാണ് ഇത് സൗജന്യമായി കിട്ടുന്നത്. പ്രമേഹമുള്ള വയോജനങ്ങൾക്കാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. പേരിൽ തന്നെ ഉണ്ട് വയോമധുരം എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, അവർക്ക് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയാണ്. BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായിരിക്കും ഇത് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുത്തതാണ് മന്ദഹാസം. എന്താണ് മന്ദഹാസം? മന്ദഹാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചിരി മനസ്സിൽ വരും അല്ലേ? ചിരിക്കുമ്പോൾ നമ്മുടെ പല്ല് പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, BPL വിഭാഗത്തിലെ വയോജനങ്ങളിൽ അർഹരായവർക്ക്, അതായത് BPL ആയിരിക്കണം, അതിൽ അർഹരായവർക്ക് സൗജന്യ കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതി. അതായത് പല്ലില്ലാത്ത അപ്പൂപ്പനും അമ്മമ്മയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പല്ലൊക്കെ വെച്ചു കൊടുത്ത് നല്ലൊരു മന്ദഹാസം അവരുടെ മുഖത്ത് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പദ്ധതിയാണ് മന്ദഹാസം. അതിൽ BPL വിഭാഗത്തിൽപ്പെട്ട അർഹരായ ആൾക്കാർക്കാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നത്. പല്ല് വെച്ച് പിടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അതെന്താണ് മന്ദഹാസം. വയോമധുരം എന്തായിരുന്നു? ഷുഗറുള്ള വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി കൊടുക്കുകയും എല്ലാം BPL ആണ് കേട്ടോ. സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് വയോമൃതം. ഓക്കെ, വയോമൃതമായിപ്പോയി വയോമധുരം. ഓക്കെ, അടുത്തതാണ് നിരാമയ. എന്താണ് നിരാമയ? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി. അതായത് നിരാമയരായവർക്ക്, ആരാരുമില്ലാത്തവർ അല്ലെങ്കിൽ ആരുടെയും സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് അംഗപരിമിതർ എന്ന് പറയുന്നത്. അപ്പോൾ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് നിരാമയ. അപ്പം എന്താണ് നിരാമയ? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിരാമയ. ഓക്കെ, നിരാമയ. ഇനി എന്താണ് പ്രതീക്ഷാ പദ്ധതി? മാനസിക പരിമിതി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതി. അതായത് മാനസിക പരിമിതിയൊക്കെ നേടുന്ന കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. കാരണം അവരെ നോക്കാനൊന്നും ഇനി ആരും മുന്നോട്ട് വരില്ല. കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇവർക്കൊരു പ്രതീക്ഷ ഇല്ലാതിരുന്നു. അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രതീക്ഷാ പദ്ധതി. മാനസിക പരിമിതി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതീക്ഷാ പദ്ധതി. എന്നാണ് പ്രതീക്ഷാ പദ്ധതി. മന്ദഹാസം എന്തായിരുന്നു? നമ്മുടെ BPL വയോജനങ്ങൾക്ക് ദന്തം വെച്ച് പിടിപ്പും, അതായത് കൃത്രിമ പല്ല് വെച്ച് പിടിപ്പിക്കുന്നതാണ് മന്ദഹാസം. എന്താണ് മാതൃജ്യോതി? മാതൃജ്യോതി എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് വേണ്ടിയുള്ളതാണെന്ന് പേരിൽ തന്നെയുണ്ട്. ഭിന്നശേഷിക്കാരായ, അതാണ് അവിടുത്തെ പോയിന്റ് കേട്ടോ, വെറും അമ്മമാരല്ല, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. അതായത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് അറിയില്ല, ഒരുപാട് പരിമിതികൾക്കാണ് ഓരോ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. അപ്പം അതിലേക്കായിട്ടുള്ള കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് മാതൃജ്യോതി. അപ്പോൾ മാതൃജ്യോതി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്താണ്? മാതൃജ്യോതി. അപ്പം നിരാമയ അറിയാമല്ലോ അല്ലെ? സംസ്ഥാനത്തെ അംഗപരിമിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അടുത്തതാണ് താലോലം. എന്താണ് താലോലം? താലോലം പദ്ധതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ്. അതായത് മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതായിരുന്നു? ആരോഗ്യ കിരണം അല്ലേ? അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള എങ്ങനത്തെ അസുഖമാണ്? മാരകമായ അസുഖം, എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി, അവർക്ക് സൗജന്യമായി ചികിത്സ നടപ്പിലാക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി. അപ്പോൾ ആരോഗ്യ കിരണം എല്ലാ കുട്ടികൾക്കും, അതിൽ വരുമാനം ഒന്നുമില്ല, എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്?
ആരോഗ്യമുണ്ട്. ആരോഗ്യ കിരണം പദ്ധതിക്ക് കീഴിൽ അവർക്ക് നോക്കുന്നുണ്ട്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് താലോലം പദ്ധതി. എന്താണ് താലോലം പദ്ധതി? ദെൻ അടുത്ത പദ്ധതിയാണ് ആശ്വാസ കിരണം. എന്താണ് ആശ്വാസ കിരണം എന്ന് പറഞ്ഞാൽ? കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. അതായത് കുറച്ച് കിടപ്പിലാണ്, ആ കിടപ്പിലായ രോഗിയെ പരിചരിക്കുന്ന ഒരാൾ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം അവർക്ക് വീട്ടിലെ കാര്യം നോക്കണം, കിടപ്പിലായ രോഗികളുടെ കാര്യം നോക്കണം. അവർക്കൊരു ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് കരുതി അവർക്കൊരു സ്റ്റൈഫണ്ട് പോലെ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഈ ഒരു ആശ്വാസ കിരണം പദ്ധതിക്ക് കീഴിൽ കിട്ടുന്നത്. അപ്പം ആശ്വാസ കിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അവർക്ക് മാസാമാസം എന്ത് കിട്ടുന്നു? കുറച്ച് എമൗണ്ട് കിട്ടുന്നു. ആ ധനസഹായമാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. അപ്പം ആശ്വാസ കിരണം കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. ഇനി അടുത്തതാണ് ഉഷസ്. ഈ ഉഷസ് എന്ന് പറയുന്ന പദ്ധതിക്ക് പ്രത്യേകത നഗരപ്രാന്തങ്ങളിലെ ചേരികളിൽ ജീവിക്കുന്നവർക്കാണ്. അത് ഓർത്ത് വെച്ചിട്ടോ. നഗരങ്ങളിലെ ചേരികളിൽ ഒക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജീവിക്കുന്നവർക്ക് താമസിക്കുന്നവർക്കും വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉഷസ് ക്ലിയറായി പഠിക്കുക. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഉഷസ് എന്ന് പറയുന്നത്. എന്താണ് ഉഷസ് എന്ന് പറഞ്ഞാൽ? നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണ പരിപാടിക്ക് പറയുന്ന പേരാണ് ഉഷസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉഷസ്. അപ്പോൾ നമുക്കിനി ഇത്രയും നമ്മൾ ഫുള്ള് നോക്കി. അപ്പോൾ നമുക്കിനി ഒന്നേന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഏതൊക്കെ പദ്ധതികളാണ് നമ്മളിന്ന് നോക്കിയെന്ന് അറിയണ്ടേ. നമ്മൾ ആദ്യം പഠിച്ചത് ലീപ്പ് എന്ന് പറഞ്ഞ പദ്ധതിയായിരുന്നു. ലീപ്പ് ഏതായിരുന്നു? ജസ്റ്റ് ഏതാണ് രോഗം എന്നെങ്കിൽ ഏത് വിഭാഗക്കാർക്ക് വേണ്ടിയെന്ന് മാത്രമേ പറഞ്ഞോളൂ. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ലീപ്പ് എന്ന് പറയുന്നത്. ലീപ്പ്. അശ്വമേധം ഏത് രോഗത്തിന് വേണ്ടിയായിരുന്നു? കുഷ്ഠരോഗത്തിന് വേണ്ടിയായിരുന്നു അശ്വമേധം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. കുഷ്ഠരോഗത്തിന് വേണ്ടിയായിരുന്നു അശ്വമേധം പദ്ധതി. അക്ഷയ കേരളം, ക്ഷയം ഇല്ലാത്ത കേരളം. അപ്പം ക്ഷയരോഗം ഇല്ലാത്ത അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയാണത്. ആരോഗ്യ കിരണം പദ്ധതി ഞാൻ പറഞ്ഞല്ലോ. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് ആരോഗ്യ കിരണം പദ്ധതി. അടുത്ത അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. ഈ ഒരു പദ്ധതിയുടെ കീഴിൽ വരുന്ന 2 പദ്ധതികളാണ് ശ്വാസ് ക്ലിനിക്കുകളും IHCI. ശ്വാസ് ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ പ്രവർത്തനങ്ങളാണ്. IHCI എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദവും അനുബന്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത്. ദെൻ നയനാമൃതം കേൾക്കുന്നുണ്ട്. നയനം അമൃതം, അതായത് കണ്ണ് അമൃതം മധുരമുള്ളതാണ്. അതായത് പ്രമേഹ രോഗികൾക്ക് നേത്രപടല രോഗത്തിന് പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. ദെൻ CAPD ക്ലിനിക്കുകൾ, അതായത് ഡയാലിസിസ് ക്ലിനിക്കുകളാണ്. വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ഡയാലിസിസിനുള്ള സൗകര്യം ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്ലിനിക്കുകൾ. അടുത്തത് വരുന്നത് PBS അഥവാ പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങൾ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ക്രീനിങ് ആണ് ഈ ഒരു PBS എന്ന് പറയുന്നത്. ഇനി പാദസ്പർശം, ഞാൻ എന്ത് പറഞ്ഞു? പാദസ്പർശം എന്ന് പറഞ്ഞാൽ പ്രമേഹമുള്ളവർക്ക് പ്രത്യേകിച്ച് അവരുടെ കാല് നിലത്ത് സ്പർശിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പം ഇങ്ങനെ ആലോചിക്കുക. പ്രമേഹജന്യമായി കാലുകൾക്കുണ്ടാകുന്ന ദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പാദസ്പർശം. അടുത്താണ് ക്യാൻസർ മാനേജ്മെന്റ്. അർബുദ രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് ക്യാൻസർ മാനേജ്മെന്റ്. എന്താണ് സിറസ്? സിറസ് മീൻസ് സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോജക്റ്റ്. അതായത് പക്ഷാഘാതം കണ്ടുപിടിക്കുക, അത് നിയന്ത്രിക്കുക, അത് വന്നവർക്ക് അതിൻ്റെതായ ബോധവൽക്കരണം കൊടുത്ത് അവരതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സിറസ് എന്ന് പറയുന്നത്. ഇനി ആർദ്രം പദ്ധതി, അതാണ് ഇമ്പോർട്ടൻ്റ് പദ്ധതി. അതായത് സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദ ഹോസ്പിറ്റലുകളാക്കി മാറ്റുക എന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഇതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ മുഖ്യമന്ത്രിയും ഉപാധ്യക്ഷൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളെ കുറച്ചും കൂടെ ഹൈടെക് ആക്കി കൊണ്ടുവരിക എന്നുള്ള, നല്ല ഹൈടെക് ആക്കി കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത്. പിന്നെ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കൊണ്ടുവരിക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പ്രകാരം ഗുണമേന്മയുള്ള ചികിത്സയും പരിചരണവും നൽകുക. ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി സുകൃതം പദ്ധതി, അതായത് കേരളത്തിലെ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ് സുകൃതം പദ്ധതി. സുകൃതം പദ്ധതി ക്യാൻസർ സൗജന്യമാക്കിയ പദ്ധതിയാണ്. മൃതസഞ്ജീവനി, അതായത് എന്താണ്?
മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ മറ്റ് ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഹൃദ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ജന്മനാ ഉള്ള ഹൃദയരോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ശലഭം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് ശലഭം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ക്രീനിങ് ടെസ്റ്റാണിത്. അടുത്തത് വയോരക്ഷ, സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണിത്. മുതിർന്ന പൗരന്മാർക്കുള്ള കെയർ ഗിവർമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസം, അവരുടെ പുനരധിവാസം, വയസ്സായ ആൾക്കാരുടെ ഒരു പുനരധിവാസം എന്ന രീതിയിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ് വയോരക്ഷ. ഇനി മധുരം എന്ന് പറയുന്നത് എന്താണ്? വയോമധുരം BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് അവരുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീട്ടിൽ നിന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. മന്ദഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് അവരുടെ കൃത്രിമമായ പല്ല് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു പദ്ധതിയുടെ കീഴിലുള്ള പ്രത്യേകത. ഇനി നിരാമയ, സംസ്ഥാനത്തെ അംഗപരിമിതർക്കായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. പ്രതീക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ മാനസിക പരിമിതി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതീക്ഷാ പദ്ധതി. ദെൻ മാതൃജ്യോതി, അതായത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മാതൃജ്യോതി. അടുത്തത് താലോലം പദ്ധതി, അതായത് മാരകമായ അസുഖമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അടുത്ത പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. എന്താണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ആരോഗ്യകിരണം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആശ്വാസകിരണമാണ് രോഗികളെ നോക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്നവർക്കുള്ള പ്രതിമാസം ധനസഹായം. ഉഷസ്, എന്താണ് ഉഷസ് എന്ന് പറഞ്ഞാൽ? നഗരങ്ങളിലെ ചേരി പ്രാന്തങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഉഷസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി പദ്ധതികളും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാറുന്ന PSC പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ? ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വെറും 3 മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പിലൂടെ. ഇനിയും വൈകിട്ടില്ല, പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്.